ഇന്ന് അടൽ ബിഹാരി വാജ്പേയി സ്മൃതി ദിനമാണ്. മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി ഓർമ്മയായിട്ട് 8 വർഷം. ആദർശ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അടൽജി ഭാരതത്തിൽ വരും തലമുറകൾക്കും പ്രചോദനവും സേവനത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും വഴികാട്ടിയും കൂടിയാണ്. इसलिए सेक्युलरवाद के जितने भी रक्षक हैं, आओ इकट्ठे हो जाओ, लाठी डंडे संभाल लो और भाजपा को सत्ता से हटाओ. लोकतंत्र संख्या का खेल है और संख्या हमारे पक्ष में नहीं है. കവി, വാഗ്മി, എഴുത്തുകാരൻ, നയതന്ത്രജ്ഞൻ അടൽജിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. 1924 ഡിസംബർ 25 പഴയ നാട്ടുരാജ്യമായ ഗോളിയോറിലായിരുന്നു വാജ്പേയിയുടെ ജനനം. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ് പൊതുരംഗത്ത് സജീവമാകുന്നത്. സംഘത്തിൽ മുഴുവൻ സമയ പ്രചാരകനായി പ്രവർത്തിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധേയനാകുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപകരിലൊരാളായ വാജ്പേയി പ്രധാനമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. 1998 മുതൽ 2004 വരെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 9 തവണ ലോക്സഭയിലും 2 തവണ രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട വാജ്പേയി 4 സംസ്ഥാനങ്ങളിലായി 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ച ഏക വ്യക്തിയാണ്. വിദേശകാര്യമന്ത്രി, പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനപ്പെട്ട വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ചെയർമാൻ തുടങ്ങിയ പദവികളിലൂടെ സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര വിദേശ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വാജ്പേയിയുടെ ഭരണകാലത്താണ് 1998 രാജസ്ഥാനിലെ പൊക്രാനിൽ ഓപ്പറേഷൻ ശക്തി വിജയകരമായി നടന്നത്. ഇത് ഭാരതത്തെ ഒരു ആണവ ശക്തിയാക്കി മാറ്റി. 1998-99 കാലങ്ങളിൽ ലോകം സാമ്പത്തിക മാന്ദ്യത്തെ നേരിട്ടപ്പോഴും വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 5.8% സാമ്പത്തിക വളർച്ച നേടി. 2014 നരേന്ദ്രമോദി സർക്കാർ വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25 സദ്ഭരണ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 അന്നത്തെ രാഷ്ട്രപതി പ്രണാബ് മുഖർജിയിൽ നിന്ന് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2018 വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 93-ാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. വാജ്പേയിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിലെ സദൈവ് അടലിൽ എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മദിനം ആചരിക്കുന്നു. एक नहीं दो नहीं करो 20 समझौते पर स्वतंत्र भारत का मस्तक नहीं झुकेगा. अगणित बलिदानों से अर्जित यह स्वतंत्रता, अगणित बलिदानों से अर्जित यह स्वतंत्रता, अश्रुस्वेद शोणित से सिंचित यह स्वतंत्रता, त्याग तेज तप बल से रक्षित यह स्वतंत्रता, दुखी मनुजता के हित अर्पित यह स्वतंत्रता. ന്യൂസ് ഡെസ്ക് ജനം. അപ്പോൾ പ്രേക്ഷകരും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. വിശ്വകുമാർ പി പറയുന്നുണ്ട് അടൽജി അമർ രഹേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രേക്ഷകരും അതോടൊപ്പം അടൽജിയുടെ ഓർമ്മകൾ ഇപ്പോൾ അവർ ആ ഓർമ്മകൾക്കൊപ്പം കൂടുന്നുണ്ട്. രാജൻ ചേങ്ങാട് അവരും വാജ്പേയിയെ അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ വാജ്പേയി എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ ഭാരതത്തിൽ ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സദ്ഭരണം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. അതെ.